യുദ്ധത്തിൽ ആ യുദ്ധത്തെക്കുറിച്ചിട്ടുള്ള ആശങ്ക വർദ്ധിച്ചപ്പോൾ അർജുനനോട് ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞത് ദുർഗാസ്തുതി ചൊല്ലാനാണ്. മാത്രമല്ല, നമുക്കിവിടെ അറിയാം, നമ്മുടെ ശിവഗിരിയിൽ വർക്കലയിൽ വിദ്യാദേവതയായിട്ടുള്ള ശ്രീ ശാരദാംബികയാണ് ശ്രീനാരായണ ഗുരുദേവൻ വർക്കലയിൽ പ്രതിഷ്ഠിച്ചത്. ഗുരുദേവൻ തന്നെ 5 കൃതികൾ ദേവിയെ പ്രകീർത്തിച്ചുകൊണ്ട് എഴുതി. ദേവീസ്തവം, മണ്ണന്തല ദേവീസ്തവം, കാളിനാടകം, ജനനി നവരത്ന മഞ്ജരി, ഭദ്രകാളി അഷ്ടകം, അങ്ങനെയുള്ള 5 കൃതികൾ ദേവിയെ പ്രകീർത്തിച്ചുകൊണ്ട് ഗുരുദേവൻ തന്നെ എഴുതി. പക്ഷേ ചില ആളുകൾ പറയുന്നത് ഇത്രയൊക്കെ ദേവിയെ സ്തുതിച്ചുകൊണ്ട്, ദേവിയെ പ്രകീർത്തിച്ചുകൊണ്ട് എഴുതിയിട്ടും ഗുരുദേവൻ ഹിന്ദു വിശ്വാസിയല്ല, ഹിന്ദു സന്യാസിയല്ല എന്ന് പറയുന്ന ആളുകൾ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ട്. 1876 ബങ്കിം ചന്ദ്ര ചാറ്റർജി ഭാരതാംബയെ പുകഴ്ത്തിക്കൊണ്ട് വന്ദേ മാതരം എഴുതിയത്. അന്ന് ബങ്കിം ചന്ദ്ര ചാറ്റർജി പെറ്റ നാടിനെ ദുർഗാദേവിയോട് ഉപമിച്ചുകൊണ്ടാണ് എഴുതിയത്. ത്വം ഹി ദുർഗാ ദശപ്രഹരണധാരിണി കമലദള വിഹാരിണി വാണി വിദ്യാദായാം അമലാം അതുലാം സുജലാം സുഫലാം മാതരം എന്ന് ബങ്കിം ചന്ദ്ര ചാറ്റർജി ഈ നാടിനെ, ഭാരതത്തെ ദുർഗാദേവിയോട് ഉപമിച്ച് എഴുതിയപ്പോൾ സംഭവിച്ചത് വന്ദേ മാതരം ദേശീയ ഗാനമല്ലത്. കാരണം ഹിന്ദു ദേവതയോട് ഭാരതത്തെ ഉപമിച്ചത് അംഗീകരിക്കാനാവില്ല എന്ന് ചില ആളുകൾ നിലപാടെടുത്തു. അങ്ങനെയാണ് വന്ദേ മാതരം ദേശീയ ഗാനമാകുന്നതിന് പകരം ജനഗണമന ദേശീയ ഗാനമായത്. കാരണം ഭാരതമാതാവിനെ ദുർഗയോടും ലക്ഷ്മിയോടും ഉപമിച്ചു. കാരണം ബങ്കിം ചന്ദ്ര ചാറ്റർജി ബംഗാളിൽ ജനിച്ച ആളാണ്. ബംഗാളിൽ ഇന്നും കാളിപൂജ എല്ലാ രാഷ്ട്രീയ വിശ്വാസങ്ങൾക്കും ആശയങ്ങൾക്കും അപ്പുറത്ത് കാളിപൂജ അവിടുത്തെ മുഴുവൻ ആളുകളുടെയും പൂജയാണ്. അതുകൊണ്ട് അങ്ങനെ ആരാധിക്കുന്ന ദേവിയെ ദേശസ്നേഹത്തിൻ്റെ പാരമ്യത്തിൽ കവി ദുർഗയായിട്ട്, ഭാരതത്തെ ദുർഗയായും ലക്ഷ്മിയായും ഒക്കെ വിശദീകരിച്ചു. അപ്പൊ അങ്ങനെ നമ്മുടെ പല പാരമ്പര്യങ്ങളും, കഴിഞ്ഞ കാലങ്ങളിൽ നമ്മൾ പടിക്ക് പുറത്താക്കിയിട്ടുള്ള പല പാരമ്പര്യങ്ങൾ, ആ പാരമ്പര്യങ്ങളും വിശ്വാസങ്ങളും തിരികെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം, ആ കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. അതുകൊണ്ടാണ് ബഹുമാന്യനായിട്ടുള്ള പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജി അയോധ്യയിൽ 500 വർഷത്തെ കാത്തിരിപ്പിന് ശേഷം അയോധ്യയിൽ ജന്മസ്ഥലത്തേക്ക് ശ്രീരാമചന്ദ്രൻ തിരിച്ചെത്തിയപ്പോൾ ആ തിരിച്ചെത്തുന്ന ആഘോഷം, ലോകത്തെ കോടിക്കണക്കിന് ആളുകളുടെ ആഘോഷം, അവരുടെ സന്തോഷം, ആ സന്തോഷത്തിൽ പങ്കുചേരാനായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അവിടെ പോയി. ഇവിടെ ഉഴവൽക്കലമ്മയുടെ ഈ തിരുവാതിര മഹോത്സവം ഈ നാടിൻ്റെ മുഴുവൻ ഉത്സവമാണ്. എന്നോട് ഞാൻ ആദ്യം വന്നപ്പോൾ തന്നെ ശ്രീ അനിലും നകുലിനും ഒക്കെ എന്നോട് പറഞ്ഞിരുന്നു, ഈ ഉത്സവത്തിന് വരണം നിർബന്ധമായി, കാരണം അത് ഈ നാടിൻ്റെ ഉത്സവമാണ്. അപ്പൊ അന്ന് എനിക്കറിയില്ലായിരുന്നു ഇന്നത്തെ ദിവസം ഞാൻ എവിടെയായിരിക്കും, എന്തായിരിക്കും. പിന്നീട് വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി UAE-യിലാണ്. ഇന്നും നാളെയും അദ്ദേഹം UAE-യിൽ, നാളെ അവിടെ സ്വാമിനാരായൺ ക്ഷേത്രത്തിൻ്റെ ഉദ്ഘാടനം നടക്കുകയാണ്. ഇന്ന് വൈകുന്നേരം ഏതാണ്ട് ഈ സമയത്ത് ഇപ്പോൾ അവിടെ ഇന്ത്യൻ സമൂഹത്തിൻ്റെ വളരെ വലിയൊരു സമ്മേളനം നടക്കുക. അപ്പോൾ ഒരുപക്ഷെ വിദേശകാര്യ വകുപ്പിൻ്റെ കൂടി ചുമതല വഹിക്കുന്ന ആളെന്നുള്ള നിലയിൽ അങ്ങോട്ട് പോകേണ്ടി വരുന്ന ഒരു സാഹചര്യമുണ്ടായാൽ എനിക്ക് ഖേദപൂർവം ഇവിടെ നിന്ന് മാറി നിൽക്കേണ്ടി വരും. പക്ഷേ എനിക്ക് തോന്നുന്നു ഉഴമലക്കൽ അമ്മയുടെ അനുഗ്രഹം, ആ അനുഗ്രഹം ഉള്ളതുകൊണ്ടായിരിക്കണം എന്നെ പ്രധാനമന്ത്രി അങ്ങോട്ട് വരാൻ വിളിച്ചില്ല. പകരം എനിക്കിവിടെ ഉഴമലക്കൽ അമ്മയുടെ സന്നിധിയിൽ
നിങ്ങളോടൊപ്പം ഈ ദിവസം, ഈ ഉത്സവത്തിന്റെ തുടക്കം കുറിക്കുന്ന ദിവസം എത്താൻ സാധിച്ചു എന്നുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ എത്താൻ കഴിഞ്ഞതിൽ എനിക്ക് വലിയ സന്തോഷവും അനുഗ്രഹവും ലഭിച്ചു എന്ന് ഞാൻ കരുതുന്നു എന്ന് പറയുന്നത്. ഇവിടെ നടക്കുന്ന ഈ എക്സ്പോ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളും പങ്കാളികളാകുന്ന ആഘോഷമാണ്. കാരണം നമ്മുടെ നാട്ടിലെ ക്ഷേത്രവും ക്ഷേത്രോത്സവങ്ങളും ഒക്കെ, ആ ക്ഷേത്രങ്ങളൊക്കെ ആ നാടിൻ്റെ പാരമ്പര്യത്തിൻ്റെ പ്രതീകമാണ്. അത് നമ്മുടെ മറ്റ് പല കാര്യങ്ങളിലുമുള്ള രാഷ്ട്രീയവും അല്ലാത്തതുമൊക്കെ ആയിട്ടുള്ള വിശ്വാസങ്ങൾ, ആ വിശ്വാസങ്ങൾക്ക് അപ്പുറത്താണ് നമ്മുടെ പാരമ്പര്യത്തിൻ്റെയും നമ്മുടെ സംസ്കാരത്തിൻ്റെയും ഒക്കെ അതിൻ്റെയൊക്കെ പ്രതിഫലനങ്ങൾ. അതുകൊണ്ടാണ് അയോധ്യയിൽ ശ്രീരാമ ജന്മഭൂമി എന്ന് പറയുന്നത് ആ പ്രദേശത്തെ മാത്രമല്ല, മുഴുവൻ രാജ്യത്തെയും രാമഭക്തരായിട്ടുള്ള മുഴുവൻ ആളുകളുടെയും അവരുടെ എല്ലാവരുടെയും ആഗ്രഹമായിരുന്നു ജന്മസ്ഥാനത്ത് ശ്രീരാമ ക്ഷേത്രം, ആ ക്ഷേത്രം നിർമ്മിക്കപ്പെടുക എന്നുള്ളത്. കാരണം 500 വർഷങ്ങൾക്ക് മുൻപ് അവിടെ ഉണ്ടായിരുന്ന ക്ഷേത്രം, ആ ക്ഷേത്രം തകർക്കപ്പെട്ടു എന്നുള്ളത് കൊണ്ട് ഈ നാട്ടിലെ ജനങ്ങളുടെ മനസ്സിൽ നിന്ന് ശ്രീരാമനോടുള്ള ഭക്തി ഇല്ലാതാകുന്നില്ല, ശ്രീരാമനോടുള്ള ആദരവില്ലാതാകുന്നില്ല. 500 വർഷങ്ങൾ ഈ സമൂഹം മുഴുവൻ കാത്തിരുന്നു. അങ്ങനെയുള്ളൊരു കാത്തിരിപ്പ്, ആ കാത്തിരിപ്പിനുള്ള വിരാമമാണ് കഴിഞ്ഞ ദിവസം അയോധ്യയിൽ നടന്നത്. കാരണം ശ്രീരാമ ജന്മഭൂമിയായിട്ട് അയോധ്യയല്ലാതെ മറ്റൊരു സ്ഥലവും ആരും പറയുന്നില്ല. അതുകൊണ്ട് ശ്രീരാമക്ഷേത്രത്തോട്, ആ ക്ഷേത്രം ഉയർന്നു വരുന്നതിനോട് അസഹിഷ്ണുത പുലർത്തേണ്ട ആവശ്യമില്ല. കാരണം ഒരു രാജ്യത്തെ ജനങ്ങളുടെ ആകെ ഏത് മതത്തിൽപ്പെടുന്നവരാണെങ്കിലും ശരി, അവരുടെ എല്ലാവരുടെയും പൂർവികനാണ് ഈ നാട്ടിൽ ജനിച്ച ശ്രീരാമൻ. അതുകൊണ്ട് മതവിശ്വാസങ്ങൾക്കതീതമായി, രാഷ്ട്രീയ വിശ്വാസങ്ങൾക്കതീതമായി ശ്രീരാമനെ ഈശ്വരനായിട്ട് ആരാധിക്കുന്നവരുണ്ടാകാം, ഈശ്വരനായിട്ട് ആരാധിക്കുന്നവരുണ്ടാകാം. പക്ഷേ നമ്മുടെ നാടിൻ്റെ സംസ്കാരത്തിൻ്റെ പ്രതീകമാണ് ശ്രീരാമൻ എന്നുള്ള കാര്യത്തിൽ ആർക്കും തർക്കം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് മഹാത്മാഗാന്ധിജി പോലും രാമരാജ്യ സങ്കല്പം എന്നുള്ളത് മുന്നോട്ട് വെച്ചത്. കാരണം ധർമ്മത്തിന്റെ അടിസ്ഥാനത്തിൽ ഭരണം നടക്കുന്ന ഒരു പ്രദേശത്തെയാണ് രാമരാജ്യമായിട്ട് ഗാന്ധിജി കണ്ടത്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ആരാധനാ കേന്ദ്രം, ആ ആരാധനാ കേന്ദ്രം വീണ്ടും പുനഃസ്ഥാപിക്കപ്പെടുന്നു എന്നുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ നമ്മുടെ പാരമ്പര്യങ്ങളും വിശ്വാസങ്ങളും ഒക്കെ നമ്മുടെ സമൂഹം തിരികെ പിടിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്. ആ നിലയിൽ പറഞ്ഞാൽ നമ്മുടെ അയോധ്യയുടെ പുനരുജ്ജീവനം, ആ അയോധ്യയുടെ പുനരുജ്ജീവനം ഭാരതത്തിൻ്റെ മഹത്തായിട്ടുള്ള സംസ്കാരത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ ഒക്കെ പുനരുജ്ജീവനമാണ്. കാരണം ഭാരതീയത എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നതാണ്, മുഴുവൻ എല്ലാറ്റിനെയും ഉൾക്കൊള്ളുന്നതാണ് ഭാരതീയത. അതുകൊണ്ടാണ് നമ്മൾ ഈ കഴിഞ്ഞ വർഷം G20 അധ്യക്ഷ പദവി വഹിക്കാൻ ഇന്ത്യക്ക് അവസരം ലഭിച്ചപ്പോൾ നമ്മൾ മുന്നോട്ട് വെച്ച ആശയം, G20 ആശയം ലോകമേ തറവാട് എന്നുള്ള ആശയമാണ്, വസുധൈവ കുടുംബകം എന്നുള്ള ആശയം. ഈ ലോകം മുഴുവൻ ഒരു കുടുംബമാണ് എന്നുള്ള ആശയം. എവിടെ നിന്നുള്ള എല്ലാ പ്രദേശങ്ങളിൽ നിന്നുള്ള എല്ലാ ദിക്കുകളിൽ നിന്നുമുള്ള ചിന്തകൾ കടന്നു വരട്ടെ, അതിനു വേണ്ടിയിട്ട് നമ്മുടെ എല്ലാ വാതിലുകളും തുറന്നിടാം എന്ന് നമ്മുടെ പൂർവികന്മാർ പറഞ്ഞത് എല്ലാറ്റിനെയും ഉൾക്കൊള്ളാൻ, എല്ലാ വിശ്വാസങ്ങളെയും പാരമ്പര്യങ്ങളെയും ഉൾക്കൊള്ളാൻ നമുക്ക് സാധിക്കും എന്നുള്ളത് കൊണ്ടാണ് ഏകം സത് വിപ്ര ബഹുധാ വദന്തി എന്നുള്ള സംസ്കാരം, ആ പാരമ്പര്യം ഇന്ത്യയുടെ പാരമ്പര്യമാണ്. കാരണം സത്യം ഒന്നാണ്. പണ്ഡിതന്മാർ അതിനെ പല പേരുകളിൽ പല രൂപത്തിൽ കാണാൻ ആഗ്രഹിക്കുന്നു.
സ്വാഭാവികമാണ്, പണ്ഡിതന്മാരായിട്ടുള്ള ആളുകൾക്ക് അവരുടേതായിട്ടുള്ള രീതിയിൽ അതിനെ കാണാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ അതുകൊണ്ട് സത്യം പലതാവുന്നില്ല, സത്യം ഒന്നാണ്. അതുകൊണ്ടാണ് നമ്മുടെ പല പേരുകളിൽ വിളിക്കുമ്പോഴും നമ്മൾ സത്യം ഒന്നാണ് എന്നുള്ള വിശ്വാസത്തോടുകൂടി എല്ലാറ്റിനെയും ഉൾക്കൊള്ളാൻ, സകല ജീവജാലങ്ങളും ഒരേ ശക്തിയുടെ അതിൻ്റെ സൃഷ്ടികളാണ്, അതിൻ്റെ പ്രതീകങ്ങളാണ് എന്ന് വിശ്വസിക്കാൻ നമുക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുകൊണ്ടാണ് ഗുരുദേവൻ അരുവിപ്പുറത്ത് പ്രതിഷ്ഠ നടത്തിയിട്ട് ഗുരുദേവൻ ആ അരുവിപ്പുറത്തെ പ്രതിഷ്ഠ നമ്മുടെ നാട്ടിൽ എല്ലാ ജീവജാലങ്ങളിലും കുടികൊള്ളുന്ന ഒരേ ശക്തിയാണ് എന്ന് നമ്മൾ വിശ്വസിക്കുമ്പോൾ തൊട്ടുകൂടായ്മയ്ക്കും തിണ്ടിക്കൂടായ്മയ്ക്കും സ്ഥാനമില്ല, ഉച്ചനീചത്വങ്ങൾക്ക് സ്ഥാനമില്ല, വർണ്ണഭേദങ്ങൾക്ക് സ്ഥാനമില്ല, ലിംഗഭേദങ്ങൾക്ക് സ്ഥാനമില്ല. ഇടക്കാലത്ത് നമ്മുടെ നാട്ടിൽ അങ്ങനെയുള്ള അനാചാരങ്ങൾ പലതും ഉണ്ടായി. അങ്ങനെയുള്ള അനാചാരങ്ങൾ ഉണ്ടായപ്പോൾ നമ്മുടെ നാടിന്റെ പാരമ്പര്യം, നമ്മുടെ നാടിന്റെ തന്നെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ടുള്ള ഋഷിമാർ അവർ പറഞ്ഞു, നീ പോകുന്ന വഴി തെറ്റാണ്, നീ ശരിയായിട്ടുള്ള വഴിയിലല്ല പോകുന്നത്, ഈ അബദ്ധസഞ്ചാരം തിരുത്തണം, നേരായ വഴിയിലേക്ക് തിരിച്ചു വരണം. ആ നേരായ വഴിയിലേക്ക് തിരിച്ചു വരിക എന്നുള്ളതായിരുന്നു അരുവിപ്പുറത്ത് ഗുരുദേവൻ നടത്തിയ ശിവപ്രതിഷ്ഠ. കാരണം എല്ലാ ചരാചരങ്ങളിലും ഈശ്വരന്റെ അംശമുണ്ടെങ്കിൽ, ഈശ്വരന്റെ അംശമാണ് എല്ലാ ചരാചരങ്ങളിലും എല്ലാ ജീവജാലങ്ങളിലും ഉള്ളതെങ്കിൽ എന്തിന് ഒരു വിഭാഗത്തെ അകറ്റി നിർത്തണം, ഒരു വിഭാഗത്തെ പിന്നോക്കക്കാരാണെന്ന് വിളിക്കണം, ഒരു വിഭാഗത്തെ അധകൃതരാണെന്ന് വിളിക്കണം, ഒരു വിഭാഗത്തെ തൊട്ടുകൂടാത്തവരായിട്ട് കാണണം? അതുകൊണ്ട് നമ്മുടെ നാടിന്റെ, നമ്മുടെ സംസ്കാരത്തിന്റെ, നമ്മുടെ പാരമ്പര്യത്തിന്റെ യഥാർത്ഥമായിട്ടുള്ള പാത, ആ പാതയാണ് തിരിച്ചു വരേണ്ടത്, ആ പാതയിലേക്ക് തിരിച്ചു വരണം എന്നുള്ള സന്ദേശം, ആ സന്ദേശമാണ് ഗുരുദേവൻ അരുവിപ്പുറത്ത് പ്രതിഷ്ഠയിലൂടെ നടത്തിയത്. അതുകൊണ്ട് ആധ്യാത്മികതയിൽ അധിഷ്ഠിതമാണെന്ന് പറയുമ്പോൾ ഭൗതികമായിട്ടുള്ള പുരോഗതിയോ ശാസ്ത്രീയതയോ തള്ളിപ്പറഞ്ഞുകൊണ്ടല്ല. കാരണം ഈ ആധ്യാത്മികത എന്ന് പറയുന്നത് തന്നെ ശാസ്ത്രീയമായിട്ടുള്ള അടിസ്ഥാനങ്ങളെ ആധാരമാക്കിയിട്ടുള്ളതാണ്. അങ്ങനെയുള്ള ആധ്യാത്മികത, ആ ആധ്യാത്മികതയാണ് ഭാരതീയ പാരമ്പര്യത്തിന്റെ അടിസ്ഥാനം. ക്ഷേത്രത്തിൽ ഉത്സവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പുറത്ത് കാണുന്ന ആഘോഷം മാത്രമല്ല, ഈ ക്ഷേത്രത്തിൽ നിരവധി വിശേഷാൽ പൂജകൾ ഈ ഉത്സവകാലത്ത് നടക്കും. കാരണം ക്ഷേത്രത്തിലെ വിഗ്രഹത്തിന്റെ ചൈതന്യം, ആ ചൈതന്യത്തിന് നമ്മളറിയാതെ സംഭവിക്കുന്ന ലോപം, ആ ലോപം പരിഹരിക്കാനുള്ള പൂജകൾ. നമ്മൾ മൊബൈൽ ചാർജ് ചെയ്ത് കുറെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിന്റെ ചാർജ് പോകും, അത് വീണ്ടും റീചാർജ് ചെയ്യണം. ആ റീചാർജ് ചെയ്യുകയാണ് ഉത്സവങ്ങൾ. അത് തന്ത്രവിധിപ്രകാരം നിശ്ചയിച്ചിട്ടുള്ള പൂജകൾ. ആ പൂജകളാണ് വാസ്തവത്തിൽ ക്ഷേത്രോത്സവങ്ങൾ. ഒരുപക്ഷെ അതുകൊണ്ടാണ് നമ്മുടെ ഈ ഉത്സവങ്ങൾക്ക് നമ്മളെല്ലാവരും പങ്കെടുക്കണം എന്ന് പറയുമ്പോൾ, ഉത്സവങ്ങൾക്ക് പങ്കെടുക്കുന്നതിന്റെ അടിസ്ഥാനം ഉത്സവകാലത്ത് ക്ഷേത്ര ദർശനം നടത്തുന്നതിലൂടെ നമുക്ക് ചൈതന്യവത്തായിട്ടുള്ള വിഗ്രഹത്തെ, ചൈതന്യവത്തായിട്ടുള്ള പ്രതിഷ്ഠയെ, ആ പ്രതിഷ്ഠയെ നമുക്ക് ദർശിക്കാൻ അവസരം കിട്ടുന്നു എന്നുള്ളത് കൊണ്ടാണ് ഉത്സവകാലത്ത് കൂടുതൽ ആളുകൾ വരാൻ വേണ്ടിയിട്ട് എല്ലാവരും പരിശ്രമിക്കുന്നത്. ചില ആളുകൾ അത് മനസ്സിലാക്കാതെയാണ് ഉത്സവകാലത്ത് ആഘോഷങ്ങളിൽ പങ്കെടുക്കാനാണ്, കലാപരിപാടികളിൽ പങ്കെടുക്കാനാണ് ജനങ്ങൾ വരുന്നത് എന്ന് തെറ്റിദ്ധരിച്ചാൽ തെറ്റാണ്. പകരം ഉത്സവകാലത്ത് ക്ഷേത്രത്തിലെ ദർശനം, ആ ദർശനം ഏറ്റവും വിശേഷാൽ ദർശനമാണ്. കാരണം വർഷം മുഴുവൻ നടക്കുന്ന എല്ലാ വിധിപ്രകാരമുള്ള പൂജകളൊക്കെ ചെയ്താൽ പോലും, എല്ലാ താന്ത്രവിധികളും കൃത്യമായിട്ട് പാലിച്ചാൽ പോലും അറിയാതെ സംഭവിക്കാനിടയിലുള്ള വീഴ്ചകൾ, ആ വീഴ്ചകളുടെ ഫലമായിട്ടുള്ള ലോപങ്ങൾ, അതിൻ്റെ ഫലമായിട്ട് നഷ്ടപ്പെടുന്ന ചൈതന്യം, ആ ചൈതന്യത്തെ വീണ്ടെടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമമാണ്
ആ പരിശ്രമമാണ് ക്ഷേത്ര ഉത്സവങ്ങൾ. അങ്ങനെയുള്ള ഈ അവസരത്തിൽ ഈ തിരുവാതിര മഹോത്സവത്തിൽ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള മുഴുവൻ ഭക്തജനങ്ങൾക്കും ഉഴമലക്കലാവിൽ അമ്മയുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.